ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാവക്കാടുള്ള ഫാമിലേക്കാണ് ഇവിടെ പോകുന്നത്. പെറ്റ്സിൻ്റെ ഒരു അത്ഭുത ലോകം തന്നെ അവിടെ ഉണ്ട് കേട്ടോ. അതും വെറൈറ്റി പെറ്റ്സുകൾ, മൃഗങ്ങളും പക്ഷികളും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. പോവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ പോയിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ അത്. പിന്നെ എൻട്രി ഫീസായിട്ട് വരുന്നത് 200 രൂപയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇട ദിവസമാണ് പോയത് കേട്ടോ. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായി വിശാലമായിട്ട് കാണാൻ പറ്റിയിട്ടാ. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇട ദിവസം പോണത് ഏറ്റവും ബെറ്റർ ആയിരിക്കും കേട്ടോ. ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒട്ടകത്തിനാണ് കേട്ടോ. അതിന് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പുറത്തൊരു ചേട്ടൻ നമുക്ക് ഇലയൊക്കെ തരും കേട്ടോ. അത് നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് കുതിരേനെ കാണാൻ പറ്റും. പക്ഷേ കുതിരയ്ക്ക് ഫീഡ് ചെയ്യാൻ നമുക്ക്, പക്ഷേ കുതിര സവാരി ഒന്നും അലൗഡ് അല്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് കുറേ നാളായി പറയണേ പോവാന്ന്. പക്ഷേ എനിക്കിങ്ങനെ മൃഗങ്ങൾ ഭയങ്കര ഒരു പേടിയാണ് കേട്ടോ മൃഗങ്ങളോട്. അത് ജസ്റ്റ് ഒരു കോഴിക്കുഞ്ഞിന് എടുക്കാൻ പോലും ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങോട്ട് വരാനൊരു ഞാനൊരു മടിയായിട്ട് നിൽക്കണ്ടായിരുന്നത്. പക്ഷേ അവസാനം ഇങ്ങോട്ട് വന്നു കേട്ടോ. പിന്നെ നമ്മൾ തൃശ്ശൂർ ഞങ്ങൾ ഇടയ്ക്ക് സൂ കാണാനൊക്കെ പോകാറുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അതിനേക്കാളും ബെറ്റർ ഒരു ഓപ്ഷനാണ് ഇത്. കാരണം അത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കൂടിൻ്റെ ഉള്ളിലാണ് മൃഗങ്ങൾ കിടക്കുന്നത്. ഇതും കൂടിൻ്റെ ഉള്ളിലൊക്കെയാണ്, പക്ഷേ നമുക്ക് അവരെ തൊടാനും ഫുഡ് കൊടുക്കാനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പറ്റുന്നുണ്ട്. അതൊക്കെ നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടാണ്. പിന്നെ ഇവിടുത്തെ 2 അരയന്നത്തിനൊക്കെ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടാണ്. പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾ പല കളറിലുണ്ട്. അത് നല്ല പുറത്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ഫ്രീ ആയിട്ടാണ് അവർ നടക്കുന്നത്. പല കളറിലുള്ള മീനുണ്ട് കേട്ടോ. അത് നല്ല പല വലിപ്പത്തിലും ഉണ്ട്. അതിങ്ങനെ ഫുഡ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴേക്കും മാറ്റങ്ങൾ എടുത്തോണ്ട് കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ തന്നെ അവിടെ പണികൾ നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട്. ഇനി വീണ്ടും അതിനെ ഒന്നുകൂടി ഒന്ന് സെറ്റപ്പാക്കി എടുക്കാനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് പോലും ഫുഡ് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അത് നല്ലൊരു എന്താ പറയുക, നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. പിന്നെ ആടുകളാണ് കേട്ടോ. കുറേ ആടുകളുണ്ട് കേട്ടോ. പല വലിപ്പത്തിലുള്ളതും പിന്നെ ഹെയർ ഉള്ളതും ഹെയർ ഇല്ലാത്തതും പിന്നെ കൊമ്പുകളുടെ ഷേപ്പിന് വ്യത്യാസമായിട്ടുള്ള ആടുകളുണ്ട് കേട്ടോ. എല്ലാ ആടുകൾക്കും ഒരേപോലത്തെ കൊമ്പല്ല, കൊമ്പില്ലാത്ത ആടുകളും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കണ്ടതുണ്ടല്ലോ ചെറിയ ഒരു കാള തന്നെയാണ്. കാള എന്താ പറയുക, ചെറിയ കാള. അത് എത്രയും കൂടി സെൻറ്റിമീറ്ററും കൂടെ ഉള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതിന് ഞാൻ തൊട്ടിങ്ങനെ എന്താ പറയുക, തലോടി അങ്ങനെ അതൊന്നും ചെയ്യണില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു ഇത്. നമ്മൾ ഫുഡൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവറ്റങ്ങളൊന്നും ചെയ്യണില്ല. അതുകൊണ്ട് നമുക്ക് കൂടുതൽ നേരം ടൈം അവറ്റങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. പിന്നെ എമ്മുമാണ് കേട്ടോ. അത് 3-4 ഉണ്ട്. അതിങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ കൊക്ക് വന്നിട്ട് ഇങ്ങനെ കുത്തുമ്പോൾ നമുക്ക് ചെറിയൊരു ഇതിൽ വേദന എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുതിര, പിന്നെ സാധാരണ ഒരു കഴുതയുണ്ട്, പിന്നെ കുഞ്ഞൊരു കുതിര ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ട്. പിന്നെ പല തരത്തിലുള്ള കോഴികളും താറാവുകളും പക്ഷികളും വിവിധ തരത്തിലുള്ള പക്ഷികളുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു സ്മെല്ലില്ല കേട്ടോ. അത് അവർ ഭയങ്കര ക്ലീനായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഉള്ളപ്പോൾ തന്നെ അവിടെ ചേച്ചിമാർ വന്നിട്ട് ഭയങ്കര ക്ലീനാക്കലൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, മൃഗങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സ്മെല്ലും അങ്ങനെയൊന്നും സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. പിന്നെ പൂച്ചകളും ഹെയറൊന്നും ഇല്ലാത്ത പൂച്ചേനെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ജാതി പോലെ തോന്നിയിട്ടാ. പിന്നെ പാമ്പുകളാണ് കേട്ടോ. നമുക്ക് പാമ്പുകളെ കഴുത്തിലൊക്കെ ഇടാം. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു കറുത്ത പാമ്പിനാണ് കിട്ടിയത്. പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു മറ്റേ വെള്ളപ്പാമ്പിനെ തരുമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഓരോ ദിവസം ഓരോ പാമ്പിനെയാണ് പുറത്തേക്ക് ഇറക്കുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അവറ്റങ്ങൾക്ക് വയ്യാണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ ചെറുതാണെങ്കിൽ ഉണ്ടല്ലോ എല്ലാത്തിനും പിടിച്ച് അമ്മക്കലാണ് പണി. എന്താ പൂച്ചയുടെ വാലൊക്കെ പിടിച്ചിട്ട് വലിച്ചു. പക്ഷെ അവറ്റങ്ങളൊന്നും എന്താ പറയുക ചെയ്യണില്ല കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ പാവം തോന്നിയിട്ടോ. പിന്നെ തത്തകളാണ് കേട്ടോ. ഇഷ്ടം പോലെ, അതും പല തരത്തിലുള്ള പക്ഷികളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇത് സെയിൽ ചെയ്യുന്നുണ്ടോയെന്ന്. പക്ഷേ സെയിലിംഗ് ഒന്നും ഇല്ല കേട്ടോ. അവരത് വളർത്തുന്നതാണ് കേട്ടോ. ഓന്തിനൊക്കെ നമ്മുടെ തോളത്ത് ഇങ്ങനെ വെച്ചരുമ്പോൾ അത് അനങ്ങുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ഇക്കിളി പോലെ തോന്നും കേട്ടോ. പക്ഷെ അത് എന്താ പറയുക, അധികം മൂവ് ചെയ്യണില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഒരു സേഫാണ് നമുക്ക് തോന്നും. പക്ഷേ എന്താ ഭയങ്കര പേടി ഉള്ളിലുണ്ടെങ്കിലും അതൊക്കെ ഒരു നല്ല രസമുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ പക്ഷികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ.
ഇങ്ങോട്ടേക്കോ? അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.